വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് സൂവിലാണ്. ഒത്തിരി നാളെ അവിടെ പോയിട്ട് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ വൈകിട്ടൊരു പ്ലാൻ ചെയ്തു പോകാമെന്ന്. അപ്പോൾ സമയം ഒരു നാല് മണി കഴിഞ്ഞു. 5 മണി 5:30 വരെയാണ് അവിടെ ടൈം. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബറിൽ ഞാനുണ്ട്, ചായ അവണി ചേച്ചിയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങനെ നമ്മൾ സൂവിലെത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടല്ലേ ഞായറാഴ്ചയായിട്ട്. നല്ല അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി എടുക്കാം. ഇത് എവിടെ ടിക്കറ്റ് കൗണ്ടർ? ടിക്കറ്റ് കാണിച്ചേ. ഇപ്പം എത്ര? 40 രൂപ അല്ലേ? 40 രൂപ ഇപ്പം ടിക്കറ്റിന്. അഡൽസിന് 40. നേരത്തെ 20 ആയിരുന്നു. അകത്തോട്ട് കയറാൻ പോകണം കേട്ടോ. ടിക്കറ്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറണം. ഭക്ഷണമൊന്നുമില്ല. സൂ എൻട്രൻസ് ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ? നിങ്ങളൊരു വർഷം, നമ്മൾ 5-6 വർഷമായി. അപ്പം എന്താ സിംഹ. അപ്പം നമുക്കിവിടെ സിംഹവാലം കുരങ്ങാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കാണുന്ന സിംഹവാലം കുരങ്ങിൻ്റെയാണ്. അതായത് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചതാണ് കേട്ടോ. പശ്ചിമഘട്ടം മാത്രം കാണപ്പെടുന്ന മക്കാക്ക വർഗത്തിൽപ്പെട്ട കുരങ്ങുകളാണിവ. എന്തിയാ കണ്ടോ എവിടെയും? ഇപ്പം അങ്ങോട്ട് കയറിപ്പോയത് ആണോ? ഞാൻ കണ്ടില്ല. താഴേക്ക് വരണം. ഇപ്പോൾ ചാറ്റാടി ചൂടടിച്ച് പിടിക്കുന്നു. വേറെ ചൂടാടിയിൽ വന്നാലോ? ദേണ്ടിരിക്കും. ഇതിൻ്റെ ഇതിൻ്റെ മറവിൽ ഇതിനകത്ത് കാണാൻ അതെ, പോടി മര്യാദയ്ക്ക് ശല്യപ്പെടുത്താൻ. അതെ, ഫസ്റ്റ് നിങ്ങളുടെ തലയിലായിരിക്കുമല്ലോ വന്നിരിക്കുവാണെങ്കിൽ. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാം. ഇത് പശുവോ? അത് മരത്തിന്റെ പേരല്ലേ? മഞ്ചാടി. ഇതേതാ? മറ്റേ കാട്ടുപോത്തോ? അത് കണ്ടല്ലേ? കാട്ടുപോത്ത് അങ്ങാണ്ടാന്ന് തോന്നുന്നത് കേട്ടോ. നമ്മുടെ നമ്മുടെ ഇതിനൊക്കെയുള്ള ചായ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പറ ചായ. കേരളത്തിലുള്ള കാട്ടുപോത്തിനെ കാട്ടി എന്നാണ് പറയുന്നതെന്നാണ് ചൈത്ര പറയുന്നത്. കേരളത്തിലുള്ള കാട്ടി എന്നാണ് പറയുന്നത്. അതിന്റെ പേര് കാട്ടി എന്നാണ്. ഓ, അതിന്റെ പേര് കാട്ടി എന്നാണ്. കാട്ടുപോത്തിനെ ചുരുക്കി കാട്ടിന്ന് വിളിക്കുന്നതാണ്. ഓ, എന്റെ ചന്ത ഈ വിടുത്തരൊന്നും അതിനകത്ത് ഇതല്ലേ പ്ലീസ്. നിങ്ങളുടെ അടുത്തത് ബംഗാൾ കുരങ്ങ്. എന്ത് ചെയ്യുന്നു അടുത്ത കുരങ്ങ്? അവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? ഇവിടെ കണ്ട. അവിടെ നിന്ന് വന്നപ്പോൾ ഈ മരത്തിൽ അവിടെ കണ്ടു. നിങ്ങൾ വിളിച്ചപ്പോഴല്ലേ അത് വന്നേ? ഒരു വെള്ള കളറുണ്ട്, ഒരു ചായ കളറിലൊന്നും ഉണ്ടായിരുന്നു.
നിങ്ങളൊന്ന് വിളിച്ചേ, ചിലപ്പോ വന്നാലോ. എവിടെ കണ്ട? ഓ ഞാൻ പറഞ്ഞില്ലേ, ഇവര് കറക്റ്റായിട്ട് ഇവര് കണ്ടുപിടിച്ചോ. എന്തി പക്ഷെ ഇത് കണ്ടിട്ട് ബംഗാൾ കുരങ്ങ് പോലെ തോന്നില്ലല്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതാ ഇതാണ്ട് ഒന്ന് പോടിയത്. ആ നിങ്ങളെയാ താല്പര്യമില്ല. കരിങ്കുരങ്ങ് അതിൻ്റെ അകത്തായിരിക്കും, കാണാൻ പറ്റുന്നില്ല. എവിടെ? ഇത് വേറെ വേണ്ട ബംഗാൾ കുരങ്ങ്. ഇതാണ് അവര് സ്ഥലം മാറിയിരുന്നത്. അവര് ഇതാണ് ബംഗാൾ കുരങ്ങ്. വിളിച്ചേ. അതിന്റെ ഇതോ അതിന്റെ കളർ നോക്കണ്ടോ, അതുകൊണ്ടായിരിക്കാം. നോക്കൂ. എടി ഇത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ബർമയിലും തായ്ലൻഡിലും സദേൺ ചൈനയിലും മാത്രം, പിന്നെ ടിബറ്റിലും മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കുരങ്ങാണ് നമ്മുടെ ബംഗാളി കുരങ്ങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബംഗാളി 11 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. പിന്നെ നീളം 47 തൊട്ട് 53 വരെ സെന്റിമീറ്റർ ആണ്. ജീവിതകാലയളവ് 20 തൊട്ട് 30 വർഷം വരെ അതിന്റെ പ്രായമാകും. പിന്നെ ആഹാര രീതി വെച്ചാൽ മിശ്ര ഫുഡാണ് കേട്ടോ. ഗർഭകാലം 5 മുതൽ 6 മാസം. ഗർഭകാലം എന്ന് പറയുന്നത് ഇതിന്റെ 5 തൊട്ട് 6 മാസം വരെയാണ്. നമ്മുടെ മനുഷ്യരെ പോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതെ. അതേ പോന്നു ദൈവം. പയ്യൻ തോന്നു കേട്ടോ അതിന്. മുതുക്കൻ കണ്ടിട്ട് പ്രായമായത് പോലെ തോന്നില്ല ഇവർക്ക്. മഴയാറുന്നുണ്ട്. ഇത് മേടിച്ചിട്ട് ആക്ച്വലി ഇപ്പോഴായതൊന്ന് ശരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് കുന്തിരിക്കുവാടി. അതെ, ഇത് കുന്തിരിക്കമരം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കുന്തിരിക്കമരം. മണമുണ്ടോ? ഉണ്ടോ? എന്തേ അതൊന്ന് വെച്ചാൽ ഇത് അവര് അതെ, ഇതിനകത്തുള്ളതൊന്നും പറിക്കുകയൊന്നും ചെയ്യില്ലെന്നാ നോർമലി. ആ ശരി, നമുക്ക് തെളിയുക. അതെ, മഹാഗണി ചെറിയതോ? ഇത് ചെറുത്, അപ്പൊ വലുത് രണ്ട് അണ്ണാനായിരുന്നു പോയി. പിന്നെ അല്ലാണ്ട് ഇവിടെ എന്തുകൊണ്ട് കാട്ടുകോഴി കൂടുണ്ട് അതിനകത്ത്. മഴയായിട്ട് അതുകൊണ്ടല്ല അത് തുപ്പല്. വേണ്ട. ഇതെന്തുവാ ഇതിന്റെ പേരെന്തുവാടി? അല്ല, അവിടെ എഴുതിയിട്ടുണ്ട്. അതെന്തുവാ പേരെന്ന് നോക്കിക്കേ. ഇതിന്റെ പേരെന്തുവാ നമുക്ക് നോക്കാം. അതെ, ചായ വിശദീകരിച്ചത് കണ്ട്. ഇതാണ് റിയ. ഇവിടെ കോമൺ നഗോറുണ്ട്, നീലഗിരി നഗോറുണ്ട്, ബ്ലാക്ക് ബക്ക് ഉണ്ട്, എക്സോട്ടിക് ബേർഡ്സ് ഉണ്ട്, ഹിമാലയൻ ബിയർ ഉണ്ട്, സ്ലോത്ത് ബിയർ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ സൂര്യൻ ഓടിപ്പോയ ഹനുമാൻ കുരങ്ങ്. ശരിയാ, തിരിച്ചു വന്ന്. ഇത് കുറച്ചുനാള് വൈറലായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹനുമാൻ കുരങ്ങാണ്. ദോ അവിടെ ഇരിപ്പുണ്ട്. അതങ്ങോട്ട് പോയി. അതാണ് കുഞ്ഞ്. കുട്ടികളുണ്ടോ ഇവിടെ? ഫാമിലി ആയിട്ടാണോ? അതൊന്ന് പ്രസവിച്ച് വന്ന് ഗർഭിണിയാണെന്ന് എന്തോ കാര്യത്തിൽ പറഞ്ഞിരുന്നു. ഓക്കെ. അതിന്റെ സ്ഥലത്ത് വന്നിട്ട് നല്ല നീളമുണ്ടല്ലേ. ചാടുമ്പോ വളഞ്ഞിരിക്കും.
വെള്ളിമൂങ്ങ തോണ്ടേ മുകളിൽ ഇരിക്കുന്നുണ്ടോ കാണുന്നില്ല വെട്ടവും കാണാനും. നമുക്കൊരിക്കലും ഇതുപോലെ കിട്ടിയതായിരുന്നു വെള്ളിമൂങ്ങ. അന്നത്തെ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ടുള്ള എല്ലാ ഭൂമത്തിലും കാണപ്പെടുന്നു. അപ്പൊ പിന്നെ കാര്യമില്ല. അതെന്താ എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ. ഇവിടെ ഹിമാലയൻ ഹിമാലയൻ കഴുകൻ ഇവിടെ. ഹിമാലയം പക്ഷെ മുമ്പൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് പറക്കുമായിരുന്നു. നമുക്കിവിടെ ഓ ഇതെല്ലാം കൂടി ഒരുമിച്ചുള്ളതാണ്. ബംഗാൾ കഴുകൻ, ഹിമാലയൻ കഴുകൻ കണ്ട എല്ലാം കൂടി ഒരുമിച്ചുള്ളതാ. എല്ലാം കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയത് മറ്റേ നോർമൽ പരുന്ത് ഒക്കെ അല്ല നമ്മൾ സ്ഥിരം കാണുന്നത്. പക്ഷെ മറ്റേതൊക്കെ വലുതുണ്ടോ. ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ ആകുമ്പോ വലിയതാ. എല്ലാരും ഓടിച്ചുവിടും. ഇത് പക്ഷേ ഇത് ചീങ്കണ്ണി മുതൽ അങ്ങനെ രണ്ട് ഇത് ചീങ്കണ്ണി ഇത്ര അനക്കം കേൾക്കുമ്പോൾ സാധാരണ ആമകളെല്ലാം തല തൊട്ട് വെള്ളത്തിൽ പോകുന്നേ. ഓടി ചുമ്മാ എന്തായാലും അവരെന്തായാലും കൊണ്ടിടൂല. കണ്ണടച്ചുണ്ടോ? കണ്ണടച്ച്. അപ്പൊ അത് ഒറിജിനലാ. എല്ലാ വെറൈറ്റികളും ഒന്നിച്ചിട്ടേക്കും അല്ലേ. ആണ് വെള്ള അരിവാൾ കൊക്കൻ, ചായാമുണ്ടി, പാതിരാക്കൊക്ക്, കുളമുണ്ട്, ചാരമുണ്ടി, ചോരക്കോഴി, വെൺകൊതുമ്പനോ എന്തോ ഇത് വെളുക്കൊതുമ്പ. പറ എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവിടെ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. ഇത് അപ്പുറത്തുണ്ട്. അവിടെ ഇത് തന്നെയാണ്. ഇത് വേറെ. ഇത് മറ്റേ താറാ ജലപക്ഷികളുടെ ചന്തയിലുണ്ട്. ഓനൊരു കിടക്കുന്നു. ഇത് തേൻ കുടിക്കുന്ന കരടി. മോഗ്ലിയുടെ അകത്ത് കണ്ടിട്ടില്ലേ? മോഗ്ലിയിലെ കരടിയാണ് ഇത് കാണുന്നത്. മോഗ്ലി തേനെടുത്ത് കൊടുക്കുന്ന കരടിയാണ് ഗൈസിന്. അത് എന്തോ ഓർത്ത് ടെൻഷനിലാണോ? അതെ, പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാൻ വയ്യ. പോവല്ലേ? അതുവഴിയാണ് വഴിയൊക്കെ ഉണ്ട്. ഇവരിങ്ങനെ അതാ ഞാനും പറയാം. നമ്മളിങ്ങോട്ട് ഒരാളേ ഉള്ളൂ. ഒരാളെ ഉള്ളൂ. ആക്ച്വലി ഒത്തിരി മൃഗങ്ങളൊന്നും ഇല്ല. എല്ലാം പോയി. ഫുള്ളായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ല. അതെ അതെ. ഇവിടെ ഹിമാലയൻ കരടി ഉണ്ടോ? കാണുമായിരിക്കും, ഉറക്കമായിരിക്കും. ഇവിടെ ഹിമാലയൻ കരടി
ഇല്ലാത്തത് കൊണ്ട് ഫോട്ടോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അകത്ത് വിശ്രമിക്കുമായിരിക്കും. ലാസ്റ്റ് സ്നേഹിക്കില്ലേ അല്ലേ? ഇവിടെ ഉണ്ട് ഇവിടെ ആരോ ഉണ്ട്, പേരൊന്നും ഇല്ല. പക്ഷെ ആരാന്നറിയില്ല, പേരില്ല. ദോ അങ്ങ് കിടക്കുന്ന ഒരാണ് വരുന്നുണ്ടോ ഉണ്ടോ? ആ അത് കണ്ടു, പക്ഷെ ഇത് കിട്ടുന്നില്ല. അത് ഇപ്പുറത്ത് വരുന്നുണ്ട്. വാ. ഇതാണ് നക്ഷത്രനാമ. മണ്ടയ്ക്കൂടെ ശരിയാണല്ലോ. ഇതാണ് ഇവിടെ ആമസോൺ കപ്പയാണ്. ആമസോൺ തത്ത. ആമസോൺ കപ്പ കാണുന്നില്ല. അതിനെ കാണാം. ആമസോണിൽ കൊണ്ടുവന്ന കപ്പയാണ് കേട്ടോ. യെസ്. ഇതിന് നമ്മൾ ഓറഞ്ച് വിഞ്ചഡ് ആമസോൺ എന്ന് പറയും. ഓക്കെ, അത് സുവോളജി ആയിരുന്നു. സുവർണക്കോഴി. ഇത് ഗോൾഡൻ ഫെസന്റ് ആണ് ഇവിടെ ഉള്ളത്. അത് അവിടെ നിന്നിട്ട് എന്തോ തിന്നുന്നുണ്ട്. ഗോൾഡൻ ഫെസന്റ് സുവർണ കോഴി എന്ന് പറയും ഇതിന്. എവിടെ കാണില്ല. ഞാൻ കാണും. ചായ ചായ ആ നെഴല മറിഞ്ഞ് നിൽക്കുക. അത് തന്നെ. ശരിയാണോ? കുറച്ചും കൂടി. അത് തന്നെ ആ പാത്രം. അതാണ് നമ്മുടെ വലിയ കളറൊന്നും ഇല്ല അല്ലേ? കളറെല്ലാം പോയെന്ന് തോന്നുന്നു. പ്രായമായി എല്ലാത്തിനും അല്ലേ? ഇതില് കാലിജ് ഫെസന്റ് ആണ്. കാലിജ് ഫെസന്റ് വേണ്ട. നല്ല മഴക്കോള് വരുന്നുണ്ട് അല്ലേ? ഇരുട്ടായി. യു ലൈക്ക് ഇറ്റ്? അതെ അതെ. നമ്മുടെ പേരൊന്നും ഇല്ലല്ലോ. ഇത് മറ്റേ മുള, പച്ചമുള. മോളന്റെ പേരൊന്നും ഇല്ല. മുളയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലല്ലോ. പച്ചമുള ഉണ്ടോ? എന്തോ ഉണ്ട്. ഭീമൻ മുള കണ്ടോ? ഭീമൻ മുള. ഇതിന്റെ അകത്ത് ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടോ? പറ. ഇതാണ് ഭീമൻ മുള. നോക്കൂ. വലിയ സാധാരണ നമ്മുടെ നാട്ടില് കാണുന്നതിനൊക്കെ കുറച്ചുകൂടി വലുതാണ്. നല്ല തടിയുള്ള ഒരു തരം. ഒരുപാട് കപ്പിൾസ് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് എങ്ങനെയാണ് എന്താ? ഓ കൊള്ളാം കേട്ടോ. ഇതിലും ഫ്രെയിം നല്ല രസമുണ്ട്. മഴ സെൽഫി എടുക്കാൻ പറ്റുമോ? പറ്റും. റോഡിന്റെ സൈഡിലൊക്കെ നിൽക്കുന്ന മരം ഇല്ലേ? അത് ഇതല്ലേ? ഇതാണ് ആ മരങ്ങൾ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നത്. ഇതിനെ മഴമരം എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് അങ്ങനെയാണ് ഇതിന്റെ പേര്. ഗായ്സ് എന്ന് പറയാതെ പറഞ്ഞോ? ഇവരോട് ഞാൻ പറയാം ഗായ്സ്. നല്ല മഴ. എടുത്തോ കൊട. നമ്മള് കൊടക്കീഴിലായി. നല്ല മഴ. ഇത് പിടിച്ചോ. നിങ്ങൾ ഒറ്റയ്ക്കല്ലേ? ഒരു സൂ യാത്ര അടിപൊളി അല്ലേ? യമു ഞാൻ ചോട്ടോ. യമു പോയി. യമു ഇങ്ങോട്ടൊരു യമുനെ കാണാൻ പോയി. യമു അങ്ങ് പോവാണല്ലോ. എങ്ങോട്ട്? യമുന്റെ കൂടെ തുറന്ന കൂടാ. ഭയങ്കര കാറ്റ്. അങ്ങോട്ടൊന്നുമില്ല. അങ്ങോട്ട് പോയി നിൽക്കുന്നു. മഴ ആയതുകൊണ്ട് അവിടെ ഇതുണ്ട്, ഷെഡുണ്ട്. നമ്മൾ മാത്രം. ഈ മഴയൊന്ന് കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കുറഞ്ഞ അല്ല കാറ്റടിക്കാതിരുന്നാൽ മതി. ഇടി തലയിലൊന്നും വന്ന് വീഴായിരുന്നാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് കുഴപ്പമില്ല.
ഒരു മറ്റേ ഇത് ഇപ്പൊ പൊട്ടാമ നിങ്ങളല്ല നീർക്കുതിരന്നൊക്കെ പറഞ്ഞു. ആണോ? പക്ഷെ നേരത്തെ നമുക്ക് അടുത്തുനിന്ന് കാണാമായിരുന്നല്ലോ അല്ലേ? ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണാനില്ല. റെസ്റ്റ് എടുക്കായിരുന്നു. ആ അതോ കുഞ്ഞത് തോണ്ടേ. കുഞ്ഞവിടെ വെള്ളത്തിന് മുന്നിൽ കിടക്കാണ്. കുഞ്ഞിന്റെ കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ അതോ അത് പോലെ തോന്നും നമുക്ക്. കെട്ടിയിട്ടിരിക്കുക വെള്ളത്തില്. കെട്ടിയിട്ടേക്കണല്ല എന്റെ ദേഹത്താണ് കെട്ടി വെച്ചേക്കാൻ. ചാക്ക് കെട്ടി വെച്ചേക്കുക. മഴയാകുമ്പോ നനയാതിരിക്കുക. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല? അയ്യോ പ്രവേശനമില്ല. ഇതുവഴി അതുവഴിയും പ്രവേശനം. ആ അതുവഴി അങ്ങോട്ടാ. ഫോട്ടോ എടുക്കാറുണ്ട്. യെസ് എനിക്ക് കേട്ടോ. ആ കാണാം കാണാം. ആ അതാണ് ഇതൊരുമാതിരി മറ്റേ പറമ്പിൽ വന്ന പോലെ തോന്നില്ലേ? വീട് എടുത്ത പശുവിനെ ഒക്കെ കെട്ടി. നമുക്ക് മുമ്പ് യമുനെ കാണാൻ പറ്റിയില്ല. ഇപ്പതാ ഇരിക്കുവോ അത് കേട്ടോ. 3 എമ്മു ഉണ്ട്. പ്രായമായതായിരിക്കും. ആൾക്കാരെല്ലാം മഴ നനയാതെ കയറി. നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബാരാസിംഗ എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നതാണ്. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 170 തൊട്ട് 180 കിലോമീറ്റർ വരെയാണ്. കിലോമീറ്റർ അല്ല കിലോമീറ്റർ. അതെ ആദ്യമായിട്ടല്ലേ, കുഴപ്പമില്ല. അതിന്റെ നീളം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു 1 തൊട്ട് 8 വരെ മീറ്റർ ആണ്. പൊക്കം പറയുന്നത് വെച്ചാൽ 1.3 മീറ്റർ ആണ് ഇതിന്റെ പൊക്കം എന്ന് പറയുന്നത്. പിടിക്കുന്നു. അതോ വലിയത് 2 എണ്ണം മാറി കിടക്കുന്നത്. അതാന്ന് തോന്നുന്നു ഡാഡി മമ്മ. എന്റെ ഗർഭകാലം 6 മാസം മാത്രമേ ഉള്ളൂ. പന്നിമൻ പന്നിമറ്റത്തിൽ ഷാജി പാപ്പന്റെ ആരോ ആണ്. എല്ലാരും മഴയായ കാരണം കയറി കിടന്നു. ഇനിയാണ് നമ്മൾ മെയിൻ ആൾക്കാരെ കാണാൻ പോകുന്നത്. ഹൈന ഉണ്ടെന്ന് തോന്നുന്നു. വാ, മഴ കുറഞ്ഞ മഴ വീണ്ടും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ മഴയത്ത് നമ്മൾ ആ ദേ ലെപ്പാടാ ലെപ്പാടല്ലേ ലെപ്പാട്. ആ ലെപ്പേഡ് ലെപ്പാടാ. നമ്മൾ അങ്ങോട്ട് പോകണ്ടേ, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ എക്സ്ക്യൂസ് യു. കിടക്കാൻ പരിപാടി. ഓ മഴയൊക്കെ കൊണ്ട്. ആ ഇതൊക്കെ അല്ലേ സാധാരണ ഇടുന്നത്? അതിലല്ല, ഇതിനകത്തിലായിരുന്നു. ആ ഇവിടെ കടുവയൊക്കെ, പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം എന്തിയടി ഒരു കൂട് പറഞ്ഞടക്കോ കാണാൻ പറ്റത്തില്ലുണ്ടോ ഇല്ലയോ? ടീച്ചർ കടുവയെല്ലാം മിസ്സിങ്. മഴയായോണ്ട് എല്ലാം അകത്ത് വരെ കിടന്നത്. കടുവ പെരുകുന്നാ പറയുന്നത്. ഇവിടെ ഇല്ലേ 2 എണ്ണത്തിനെ കൊണ്ടിടാന്? ഇല്ല ഇതിനകത്തിന്. ഇതിനാ സിംഹമാണല്ലോ. സിംഹമാണല്ലോ ഇന്ത്യയിലെ. ഇതുവഴി കാണും നമ്മള്. അതോ ഹൈന തോണ്ട് സുബ്രഹ്മണി അതേതോ സിനിമക്കകത്തുള്ള. ഓ അതാണല്ലേ. അത് ബോറടിച്ചാൽ കിടക്കുക. അതെ, നിങ്ങൾ എന്തേലും കാണിക്കും. ഞാൻ എനിക്കത് കണ്ണുകൊണ്ട് നോക്കുന്നല്ലതുണ്ട്. മാനസിക ടൈഗർ. ആ യെസ്, ഇത് വൈറ്റ് ടൈഗറാന്ന് തോന്നുന്നു. ചുമ്മാ അല്ല ഇത്ര മഴ. അയ്യോ അത് ഇങ്ങോട്ട് വരുന്നെന്ന് ആലോചിച്ച് ഓട്ട. എന്റെ അമ്മ ഇതെവിടെ അങ്ങോട്ട് ചന്ത ഇങ്ങോട്ടാ. എന്താ ചായ? അത് അങ്ങോട്ട് തിരിഞ്ഞാ കിടക്കും. തല അങ്ങോട്ട്.
മുരുക മുരുക. ഉറക്കം മഴയാണ്ടല്ല. സുഖം പിടിച്ച് കിടക്കും. ഇതേപോലെ സുഖം പിടിച്ച് ജീവിതം വേറെ ഇവിടെ കിട്ടും. പക്ഷെ ഒന്നാലും സിംഹത്തെ കാണാൻ പറ്റില്ല. സിംബ അവിടെ സിംബത്തിന്റെ കൂടെ കേട്ടോ, പക്ഷെ സിംബോ ഇല്ല. ആയിരിക്കും കേട്ടോ, അവിടെ ഒന്നും ഇല്ല. കൂടെ ഇവിടെ അല്ലാതൊരു വഴിയില്ല ഇതിനെ കാണാനേ. ഇവിടെ വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ, പക്ഷെ ഇതെല്ലാം ഇവിടെ ക്ലോസ് ആണ്. ബാക്കി എണ്ണാത്ത ഒന്നുമില്ല, എല്ലാം അകത്ത് കയറി കിടത്. ഒന്നേ അകത്ത് അല്ലടി, ഇവിടെ ഒന്നും ഇല്ല. അതൊക്കെ അതും അപ്പുറത്തുണ്ട് മറ്റേ കടുവ അല്ല പുലി. ഞങ്ങൾ ഒറ്റയ്ക്കുള്ളതാണെന്ന് ഗർജിച്ച് കഴിഞ്ഞാൽ ഇവിടെ തീരും. ആ പുള്ളിപ്പുലി ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നത് കുഴപ്പമില്ല. നീ എല്ലാരും കൊട നീങ്ങ കാണാൻ പറ്റുന്നില്ല, കാണാനേ പറ്റുന്നില്ല, ഇരുട്ടായോണ്ട്. ഓക്കെ ബൈ. ഇനി നമുക്ക് അവര് സിംഹത്തെ ഒരു സിംഹത്തെ കണ്ടിട്ടേ വരത്തുള്ളൂ. കിട്ടിയാ ഒന്നും എന്തോരം കൂടുണ്ട്. കണ്ട അതിനൊക്കെ പിടിച്ചിട്ടൂടെ ഇവർക്ക്? എന്തത് ട്രൈ ചെയ്യാത്ത അല്ല, അതിന്റെ അകത്ത് കയറിക്കണം. ദോണ്ടേ ദോ അവിടെ ഒരു ഇതുണ്ടോ? ആ ഹോളിനകത്ത് ചിലപ്പോൾ മഴയായിട്ട് കയറിയതായിരിക്കും. നിങ്ങളെ കാണാനാണ് നമ്മളൊക്കെ വരുന്നത്. പരിപാടി ഒത്തിരി കാണിക്കുന്നു. അതെ നിങ്ങൾ വിളിച്ചപ്പോൾ വരുന്നു. ഹൈന എന്തോ കാലിനെന്താ പറ്റി കേട്ടോ, ഞൊണ്ടി ഞൊണ്ടിയാണ് നടക്കുന്നത്. ഇതിൽ ഹരികർണകറിനകത്ത് ലവന്മാര് ശുക്ലം അടിക്കത്തില്ല, മാ അതുപോലുണ്ട്. ഇപ്പൊ വരും. അതെ ആ തണുപ്പിടിച്ച് സുഖം പിടിച്ച് കിടക്കുവാടി. ആണ്, മനുഷ്യന്മാര് വരെ കിടന്നുറങ്ങും. പിന്നാണോ ഇതെല്ലാം തണുത്ത് താഴെയായിരുന്നു കിടക്കുന്നത്, തണുത്ത് കിടക്കുന്നു. ഭയങ്കരതല്ല ആണ്. മക്കാവു തത്ത. ആ ഇത് മറ്റേ പഞ്ചവർണ്ണ തത്തയാന്ന് തോന്നല്ലേ? മറ്റേ ആ അതെ, അമേരിക്കയിലും തെക്കൻ അമേരിക്കയിലും കാണപ്പെടുന്നു. 3 എണ്ണം ഉണ്ട്. ജോഡികളായിട്ടാണ് കാണപ്പെടുന്നത് ചില ഘട്ടങ്ങൾ. എന്നിട്ട് അവൻ ആ ഉണ്ടടി 4 എണ്ണം ഉണ്ട്. അപ്പൊ ജോഡികളായിട്ട്. ഇതൊക്കെ കാട് പിടിച്ചിടക്കുന്നു. ഇവിടെ വേറെ ഒന്നും ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അതോ കാട് പിടിച്ച് കിടക്കുവാണോ? എന്തിയാ കണ്ടോ? ഉണ്ട്, ഇത് സൗണ്ട് ഉണ്ട്. ആളെവിടെ? അത് എന്തുവാണ് മനസ്സിലാവും. ദോ 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 അതുകൊണ്ടില്ല. ഒന്നുണ്ടോ? വാലുണ്ടോ അകത്ത്? ആ വര ഉണ്ടോ അകത്തെ? ആ അതിനകത്തുണ്ട്, പക്ഷെ കാണാൻ പറ്റത്തില്ല. ആ ദോ ഇരിക്കുന്നു, പക്ഷെ കാണാൻ പറ്റത്തില്ല. ഇതെന്തിനാ ഇങ്ങനെ ആൾക്കാർ കാണാൻ പറ്റാത്ത രീതിയിൽ? ആന്ന് ഇവിടെ അതുണ്ട്. ഓ പിന്നെ പ്രൈവസി മതി. പച്ചച്ചിറകുള്ള മക്കാവു തത്ത എവിടെ? എവിടെ? അതും കാണാൻ പറ്റുമോ? ആ പച്ചയെന്ന് പറഞ്ഞിട്ട് റെഡ് ആണല്ലോ മൊത്തത്തിൽ. ചിറക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ ഇതാണ് ആ തത്ത. അത് തന്നെയാണത്. കാണാതല്ല ഫോട്ടോ കാണിക്കാം. നെക്സ്റ്റ് ഡേ അവിടെ ഏതാണ്ട് ഉണ്ട്. നീറാള. നീറാറില്ല, ഹൈനെ നമ്മൾ അല്ലല്ലല്ല അത് വേറെയാ. അതല്ലേ തോണ്ടി അപ്പുറത്ത് തോണ്ടേ ഉണ്ട്. അതേ ഇഷ്ടം പോലെ അതാണ്ട് അതിലടി മരം നിൽക്കുന്നുണ്ട്. വേണ്ടേ നീലക്കാള. കാള ഒരു കാളയുടെ നീലക്കാള കണ്ടിട്ട് നീ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അതൊന്ന് പ്രസവിക്കുവാണോ? അല്ല
ഓ അതിന്റെ വാലും മറ്റേ ഭിത്തിയും കൂടി വന്നപ്പോഴേ അതാന്ന് തോന്നി നീള കളതുകൊണ്ട്. കസ്തൂരിമാനോ കാണുമായിരിക്കും. അതെ, പിള്ളേരെ മലയും വെയിലും ഒക്കെ കൊള്ളിച്ച് വേണം. കൊട എടുത്ത എന്ത് നന്നായി. ആര് പറഞ്ഞു? ചന്ത് പറഞ്ഞല്ലേ. അത് നമ്മൾ കണ്ടല്ലേ മക്കാവ് തത്ത. ശരിയാ, ബാ ഇവിടെ. അതേ ആഫ്രിക്കൻ ചാരത്തത്ത. ഇല്ല, ഇത് കണ്ടില്ല. രണ്ട് മക്കാവ് തത്തയുണ്ട്, ഫ്രണ്ടിലും ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇതാ ഇതെന്താണ്? ആഫ്രിക്കൻ ചാരത്തത്ത, ഗ്രേ പാരറ്റ്. ഓ അത് കാണണ്ടേ? നോ എൻട്രി അടിയുടെ അതല്ല, ഇത് കാണണ്ടേന്ന്. മുള്ളംപന്നി. ചുമ്മാ അല്ല ഇതിട്ടേക്കുന്നത്, അടിച്ച് എപ്പോഴാ വീട്ടിൽ. ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ചെല്ല അങ്ങോട്ട്. പൊഴിച്ചിട്ടിട്ട് പോവും. ഇത് നമ്മൾ അവിടെ കാട്ടിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഉണ്ടല്ലോ. അങ്ങോട്ട് തന്നെ ചെല്ലേ, അവിടെ നോ എൻട്രിയാ. അപ്പൊ വീണ്ടും പൂച്ചര പാമ്പ് ആയിരിക്കും ചേട്ടാ, ആന്ന് തോന്നുന്നു. ചിത്രശലഭം. ഇവിടെ മാത്രം നല്ല രസമുണ്ടല്ലേ. കൊള്ളാം. എൻ്റെ തന്നെ ഫോട്ടോ അടിപൊളി. എൻ്റെ തന്നെ ഫോട്ടോ അടിപൊളി ഫോട്ടോ. ഇവിടെ മാത്രമല്ലേ ഒരു ആകാശപാത. നന്നായി. ബാ, ഇന്നത്തെ എനിക്ക് ഇടാനുള്ള ഫോട്ടോയായി. ഇവിടെ എല്ലാം ചിത്രശലഭങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒന്നിനും കാണാൻ പറ്റിയില്ല. അതെ, മഴ ആയതുകൊണ്ട്. അവിടെ എന്താ? പാം. അവിടാണ് പാമ്പിൻ കൂട്. അതാണ് പാമ്പിൻ കൂട്. എന്നാ ബാ. അയ്യോ, എനിക്ക് പാമ്പ് അത്ര. എന്താ അല്ല, ഫോൺ കൊണ്ട് പോവാമല്ലോ. ഉരകങ്ങൾ. മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നതിനാൽ ഇങ്ങനെ പാമ്പിനെ കണ്ടിട്ട് വന്നിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ. ഉണ്ടോ? പാമ്പിന ഉണ്ടെന്ന് തോന്നുന്നു. കേട്ടിട്ടുണ്ട് എവിടെയോ. ഓ, കഴിഞ്ഞല്ലേ? ഓക്കേ, അപ്പോൾ നമ്മുടെ സൂ യാത്ര എന്താ? പാമ്പിന്റെ സ്കെൽട്ടൻ. പക്ഷെ ഇതിന് മറ്റേ ദേ മയിൽ. ഇവിടെ ആയിരുന്നല്ലേ മയില്. അതേ മേളിലും ഇരിക്കുന്നോണ്ട്. ഇതാണ് അല്ലേ? എടി പെണ്ണിനെ ഇതില്ലല്ലേ? അതാ പറഞ്ഞേ, അത് പെണ്ണ്. ഇതാണ് ആണിനല്ലേ ഇതുള്ളത്, പീലിയുള്ള. അത് അപ്പുറത്തായിരിക്കുന്നോണ്ട്. ആണോ? ഇല്ലായിരിക്കും, ചിലപ്പോ അത് ചത്തുപോയി കാണും. ചത്തുപോയത്.
അതായത് ഇവിടുത്തെ രാജരേഖ ആർട്ട് ഗാലറി കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നമുക്ക് വേറെ ദിവസം ഇവിടെ വരണം, വന്നിട്ട് ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഫൈനൽ. അപ്പോൾ നമ്മൾ സുവനിയർ ഷോപ്പുകൾ എല്ലാം അടച്ചു കേട്ടോ. കാരണം 5 മണി 5:15 വരെ ഉള്ളൂ ഇവിടുത്തെ എല്ലാ ഷോപ്പും. അതെല്ലാം അടച്ചു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.